അങ്ങനെ ആശാനും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം 2021 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിലാണ് ഇവാൻ ബുക്കോ മനോവിച്ച് എന്ന് പറയുന്നൊരു മനുഷ്യന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് കടന്നു വരുന്നത്. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവാൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരായിരുന്നു. ഈ ബുക്കോ മനോവിച്ച് എന്ന് പറയുന്ന കടുകട്ടിയായിട്ടുള്ളൊരു പേര് കാണുമ്പോൾ സ്വാഭാവികം ഏതൊരു ആരാധകനെ കൊണ്ടും ഉച്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പോലും വിഷമായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നീട് അയാളെ നമ്മൾ ആശാനെ എന്നുള്ള പേരിൽ പോലും വിളിച്ചു ഓതി കഴിഞ്ഞു. അങ്ങനെ ആ ഒരു 2021 എന്ന് പറയുന്ന സീസണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു ആരാധകനും മറക്കാൻ കഴിയാത്തൊരു സീസണാണ്. കാരണം അത്രക്കും നമുക്കൊക്കെ ഇമോഷണലായിട്ടുള്ളൊരു സീസണ്, അത്രക്കും നല്ല താരങ്ങളുണ്ട്, അത്രക്കും നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അത്രക്കും നല്ലൊരു കോച്ചുണ്ട്, നല്ല കിടിലൻ ആരാധകരുണ്ട്. ഇങ്ങനെയുള്ളൊരു വർഷം നമ്മൾ ഫൈനലിൽ കയറുന്നു. നിർഭാഗ്യം എന്ന് പറയാം, പെനാൾട്ടിയിൽ നമ്മൾ പരാജയപ്പെട്ടിട്ട് ആ ഒരു സീസൺ കൈവിടുന്നു. അന്ന് ആശാനെ കൈവിടാത്തവരായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെന്ന് പറയുന്നത്. ആ ഒരു സീസണിന് മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തുടർ പരാജയങ്ങളും പൈചാരലുകളും അതുപോലെ തന്നെ വിമർശനങ്ങളും കേട്ട് മടുത്ത ആരാധകരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇനി വേണ്ട, ഇനി എന്തിനാണ് ഇങ്ങനത്തെ ഒരു ബ്ലാസ്റ്റേഴ്സ്, ഇനി എന്തിനാണ് ഇങ്ങനത്തെ ഒരു ടീം, അതുപോലെ തന്നെ ഇതിനൊക്കെ ഒന്ന് പിരിച്ചു വിട്ടൂടെ എന്ന് പറയുന്ന ആരാധകർ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു. കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതേ വാക്കുകൾ കൊണ്ട് ഉരവിട്ടിരുന്ന ഒരുപാട് ആരാധകരുടെ വീഡിയോസ് ഇന്നും യൂട്യൂബിലുണ്ട്. അതുപോലെയുള്ള ആരാധകരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ആ ടീമിൻ്റെ കൂടെ നിർത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ് ഇവാൻ ബുക്കോ മനോവിച്ച് എന്ന് പറയുന്ന മനുഷ്യന്. എപ്പോഴും ഒരു കാമൻ ക്വയറ്റായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കളിക്കളത്തിൽ അകത്തൊരടി ഉണ്ടാവുകയാണെന്നെങ്കിൽ പുറത്ത് ഒക്കെ ഒരു അടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ആ ഒരു വെള്ള ഷർട്ടും ആ ഒരു കറുപ്പ് പാൻറ്റും കൈയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കും. അത് വളരെ കാമായിരുന്നു, വളരെ ക്വയറ്റായിട്ടുള്ളൊരു കളിക്കാരനായിരുന്നു. സ്വാഭാവികം തോറ്റു കഴിഞ്ഞാൽ പോലും ആരാധകരുടെ അടുത്ത് വന്നിട്ട് ടീമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശബ്ദം ഉയർത്തിയതിൽ നന്ദി പറയുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സീസണ് കടന്നുപോയി. പിറ്റത്തെ സീസണിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിന് ഉറച്ചു നിൽക്കുന്ന ആരാധകരെ നമ്മൾ കണ്ടു. കാരണം ആ ഒരു ഫ്രീ കിക്കിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സിന് പുറത്തു പോകേണ്ടി വരുന്നു. അതിനെ തുടർന്ന് ഫൈന് കിട്ടുന്നു. അതിനെ തുടർന്നിട്ട് ഒരുപാട് കളികളിൽ നമുക്ക് ബാൻ കിട്ടുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവുന്നൊരു വിഷയമല്ല. കാരണം ആശാനെടുത്ത ആ ഒരു തീരുമാനത്തിൽ ഞങ്ങളൊക്കെ സാറ്റിസ്ഫിക്കേഷൻ ആയിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെയാണ് അടുത്ത സീസൺ. ഇപ്പോൾ ഈ കഴിഞ്ഞിട്ടുള്ള സീസണിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ആശാൻ്റെ ആ ഒരു സംഘം പുറത്തോട്ട് വരുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പുറത്തോട്ട് വരുന്നത്. ആദ്യ മത്സരങ്ങളൊക്കെ നമ്മൾ ജയിക്കുന്നു. 2023 എന്ന് പറയുന്ന വർഷം വരെ ആദ്യഘട്ട മത്സരങ്ങൾ കഴിയുന്നവരെ ടോപ്പ് 1 ആയിട്ട് ടോപ്പ് ലിസ്റ്റിലെത്തുന്നു. ഇതിന് മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു 2021 മുമ്പ്. ആ ടോപ്പ് ലിസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടില്ല, അതായത് 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. 2021 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചില ആരാധകർ ടോപ്പ് 1 അതായത് നമ്മൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ആ ഒരു ഇതെടുത്തിട്ട് ആ ഒരു ടേബിൾ പോയിൻ്റ് എടുത്തിട്ട് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ആരാധകർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനത്തെ ഫോട്ടോസൊക്കെ കണ്ടത് ഓർമ്മ വരുന്നുണ്ട്. ഒരു പഴയ ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിമറിച്ചിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഇവാൻ ബുക്കോ മനോവിച്ച് എന്ന് പറയുന്ന മനുഷ്യൻ. പിന്നീട് ഈ സീസണിൽ പറ്റിയത് മൊത്തം പരിക്കാണ്. പരിക്കിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പരിക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം പുറത്തു വരുന്നു. പിന്നെ എന്ത് കാണിക്കുന്നു പറ്റണില്ല. അങ്ങനെ സീസണ് കൈവിട്ട് പോയി. പക്ഷേ സീസണിൻ്റെ അവസാന മത്സരം ഒഡീഷ FCക്കെതിരായിട്ടുള്ള മത്സരം അവരുടെ തട്ടകത്തിൽ പോയിട്ട് നമ്മൾ പരാജയപ്പെടുമ്പോൾ ആശാൻ ആ പരാജയത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആരാധകർക്കിടയിലേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ആശാൻ ആരാധകരോട് സംസാരിക്കുന്നുണ്ട്, കൈവിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രക്കും കൂളായിട്ടുള്ളൊരു മനുഷ്യനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് ഇതിൽ ഇനി കാണാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. പുള്ളി നമുക്കൊക്കെ ഒരു ഇൻസ്പയർ ആയിരുന്നു. ഇപ്പോൾ പുള്ളിയെ പുറത്താക്കി, അതായത് പുള്ളി പിരിഞ്ഞു പോയി. സ്വാഭാവികം അതിനുള്ള പല കാരണങ്ങളുണ്ടാവും, പല റീസണുകളും മാനേജ്മെൻറ്റിൻ്റെ അടുത്തുണ്ടാവും, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ആരാ വരിക എങ്ങനെ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു മനുഷ്യനാണ് പുറത്തു പോയിട്ടുള്ളത്. ഒരുപാട് നല്ല രീതിയിലുള്ള നമ്മളൊരു പിരിച്ചുവിടലെങ്കിലും നൽകണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സങ്കടത്തിൻ്റെ നാളുകളിലേക്കാണ് കടന്നു പോയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കമൻറ്റ് കാണാനായിട്ടിടയായി. അതായത് ആശാൻ പോയി, അടുത്ത സീസണിലും കപ്പടിക്കും എന്നുള്ള മോഹം പോലും പോയി. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇനി ആരാണ് വരിക, എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്കൊരുപാട് ചിന്തകളുണ്ടാവും. പക്ഷേ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒക്കെ കമൻറ്റ് വരിക എന്ന് പറയുമ്പോൾ അത്രക്കും ഈ മനുഷ്യനെ നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ.